ഹലോ എവ്രി വൺ. ഇന്നൊരു നല്ല ബ്യൂട്ടിഫുൾ ഡേയുമാണ്, ഒരു സ്പെഷ്യൽ ഡേയുമാണ്. എനിക്കിന്ന് ഗസ്റ്റുകൾ വരുന്നുണ്ട്. ഈ ഗസ്റ്റുകൾ പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ്. ദുബായിൽ, അതായത് ഫുജേറയിൽ ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്തവരാണ്. അതിൽ ഒരാൾ മാത്സ് ടീച്ചർ, ഒരാൾ മലയാളം ടീച്ചർ, പിന്നെ ഞാൻ ഇംഗ്ലീഷുമായിരുന്നു. അപ്പോൾ അവരൊക്കെയാണ് ഇന്നിപ്പോൾ ഇവിടെ വരാൻ പോകുന്നത്. ഇപ്പം ഞങ്ങളെല്ലാവരും നാട്ടിൽ സെറ്റിലായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചാൻസ് കിട്ടുമ്പോൾ ഇങ്ങനെ മീറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. ഒരാൾ മാവേലിക്കര, ഒരാൾ റാന്നി, പിന്നെ ഞാൻ പാലക്കാട്. അപ്പോൾ അങ്ങനെ ദൂരമാണല്ലോ. വർക്ക് പ്ലേസിൽ എന്തായാലും നമുക്ക് നല്ല ജോലി ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. നമ്മുടെ ഫാമിലി ലൈഫ്, നമ്മുടെ സോഷ്യൽ ലൈഫ് എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. വർക്ക് പ്ലേസിൽ തന്നെ നമുക്ക് സ്ട്രെസ് ഉണ്ടാകും, പ്രഷർ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് മാനേജ് ചെയ്ത് പോകാൻ നല്ല ഫ്രണ്ട്സും ആവശ്യമാണ്. നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് പ്രോബ്ലംസ്, എന്ത് ചാലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്താലും അത് ഓവർകം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പം നല്ല ഫ്രണ്ട്സും നമ്മുടെ വർക്ക് പ്ലേസിൽ ആവശ്യമാണ്. നമ്മൾ വേറെ കൺട്രിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സൊക്കെ അടുത്തുണ്ടാവണം എന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ട്സാണ് നമ്മുടെ ഫാമിലി. ഞങ്ങളുടെ കുട്ടികളും ഒരേ സ്കൂളിൽ തന്നെയാണ് പഠിച്ചതും വളർന്നതുമൊക്കെ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലേക്ക് പോകുന്നതും സെലിബ്രേഷൻസ് അറ്റൻഡ് ചെയ്യുന്നതും ഒക്കെ കോമൺ ആയിരുന്നു ഞങ്ങൾ ഫുജേറയിൽ വർക്ക് ചെയ്യുമ്പോൾ. ഇവിടെ നാട്ടിൽ വന്ന ശേഷം എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാതറിങ് വരുമ്പോൾ അതൊരു സന്തോഷം. നമുക്ക് നമ്മുടെ മെമ്മറീസ് അങ്ങോട്ട് റിവൈവ് ചെയ്യാൻ ഒരു സിറ്റുവേഷൻ നമുക്ക് കിട്ടുന്നു. സ്കൂൾ സെക്കൻഡ് ഹോം എന്നാ പറയുക. അത് ഞങ്ങളുടെ കേസിൽ അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങളുടെ സ്കൂൾ ഒരു സെക്കൻഡ് ഹോം തന്നെ. പിന്നെ ഫുജേറ ഹോം അവേ ഫ്രം ഹോം. അത്രയ്ക്ക് നല്ല ഒരു സ്ഥലവുമാണ്. നല്ല ബ്യൂട്ടിഫുൾ മെമ്മറീസാണ് ഫുജേറയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം വെജിറ്റേറിയനാണ്. അപ്പോൾ കേസരി റെഡിയായി, വട ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പോൾ അതാ ഞാൻ വെജിറ്റബിൾ കുർമയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയുമാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ നല്ല സന്തോഷമുണ്ട്. അവരൊക്കെ വരാൻ പോവുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലുമാണ്. വേഗം ജോലി തീർത്ത് വെക്കുകയാണ്. അപ്പോൾ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരുന്ന് സംസാരിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വേഗം എല്ലാം അങ്ങോട്ട് റെഡിയാക്കി വെക്കുന്നത്. എൻ്റെ മോളും എനിക്ക് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു ചെയ്തു തരാനായിട്ട്. ഹസ്ബൻഡും അതേപോലെ തന്നെ ക്ലീനിങ് ചെയ്യാനും എല്ലാത്തിനും കൂടെ തന്നെ നിന്ന് സഹായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ ഹോൾ ഫാമിലി നമുക്കിങ്ങനെ ചെയ്തു തരുമ്പോൾ, ഓരോ വർക്ക് ചെയ്തു തരുമ്പോൾ നമുക്ക് പണിയും ഈസിയാകും. നമുക്ക് കുക്കിങ്ങിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അത് ഫുജേറയിലാകുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ക്ലീനിങ്ങിന് ഹസ്ബൻഡ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ കുർമയും അങ്ങനെ റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ കറിയും റെഡിയായി. അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ചപ്പാത്തി റെഡിയായിട്ടുണ്ട്. അതുപോലെ തന്നെ കുർമയും ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ നമ്മുടെ കേസരിയും വടയും എല്ലാം ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അവർ വന്നാൽ മതി. അപ്പോൾ അങ്ങനെ ഫ്രഷൻ അപ്പ് ചെയ്ത് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ അവരൊക്കെ എത്തി. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് അങ്ങനെ സംസാരിക്കുകയായിരുന്നു, ഷെയർ ചെയ്യായിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് പിന്നെ ആഹാരമൊക്കെ കഴിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നല്ലൊരു സന്തോഷമായിരുന്നു.